ഹലോ ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ നോർത്ത് ഇന്ത്യ സൈഡിലൊക്കെ കിട്ടുന്ന ഒരു സൈസ് മിഠായിയാണ്. അത് അവർ പറയുന്നത് ലജ്വാ മിഠായി എന്ന് പറയും. നമുക്കിവിടെ അത് പീർലെസ് സ്വീറ്റ് എന്നും പറയാം. നല്ല മിഠായിയാണ്. ഞാൻ പണ്ട് ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്കിന്നത് ചെയ്ത് നോക്കാം. അപ്പം ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. നമ്മൾ അത് 2 കപ്പ് ഗ്രൗണ്ട് നട്ട്സ് എടുത്തു. ഏകദേശം ഒരു 1/4 കിലോയോളം ഉണ്ടത്. നമുക്കാദ്യം ഈ കടല ഒന്ന് വറുത്തെടുക്കണം. ഇത് പച്ചക്കടലയാണ്. വറുത്ത കടലയും ഉപയോഗിക്കാം. വറുത്ത കടലയാണ് പിന്നെ രണ്ടാമത് നമ്മൾ വറക്കേണ്ട കാര്യമില്ല. ഇത് പച്ചക്കടലയാണ്. വറുത്തെടുക്കണം. ഒന്ന് പൊടിച്ചെടുക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാര, അതൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇത് ശരിക്കും നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ആ പഞ്ചസാര അതിൽ ഡിസോൾവ് ആകുന്നവരെയും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് ചൂടായതിനു ശേഷം ആ പൊടിച്ച നിലക്കടല ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നല്ലോണം കുറുക്കിയെടുക്കണം നമുക്ക്. ഇതുപോലെ കുറുക്കിയെടുത്തിട്ട് ഇതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വെക്കും. എന്നിട്ട് ബാക്കിയുള്ളത് ശകലം കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ബാക്കിയുള്ളത് ശകലം കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. കളറിന് വേണ്ടി അല്പം ഫുഡ് കളർ ചേർക്കുകയാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇപ്പോൾ എടുത്ത് വെച്ചതിനകത്ത് 2 ടേബിൾ സ്പൂൺ ആൽമണ്ട്സ്, 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ്, 1 ടേബിൾ സ്പൂൺ റൈസിൻ ഉണക്കമുന്തിരി, എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഷേപ്പിൽ ഇതാക്കി വെക്കുക. നമ്മളത് ഈ ഷേപ്പിലാക്കി ഇതൊന്ന് 5 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചേക്കണം. നമ്മളത് പരത്തി എടുത്തിട്ട് നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്തെടുത്തത് നടുക്കോട്ടങ്ങ് വെക്കും. നടുക്കോട്ട് വെച്ചിട്ട് 2 സൈഡും നമ്മളിങ്ങനെ കവർ ചെയ്യും.
ഈ നടുക്കൂട്ട് വെച്ചിട്ട് നമ്മൾ അതിങ്ങനെ കോട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളിതിങ്ങനെ കോട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനിപ്പം ഈ ഷേപ്പിലാക്കി. എൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. 15 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചേക്കണം. പുറത്താണെങ്കിൽ നല്ല മഴ. അങ്ങനെ നമ്മുടെ ലജവാബ് മിഠായി റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റിയുമാണിത്. അപ്പോൾ നമ്മൾ നോർത്തേൺ സ്റ്റൈലിൽ ഒരു സ്വീറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല ടേസ്റ്റ്, നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല മിഠായി. നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. നല്ല സ്വീറ്റാണ്, ഈസിയായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് കാണാമോ? അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചിന്തിക്കുന്നു. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും കിട്ടാനായി നിങ്ങൾ തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.